ഡോണ്ട് ലെറ്റ് ഏജ് ചേഞ്ച് യു, ചേഞ്ച് ദ വേ യു ഏജ്. വയസ്സ് ഒരു നമ്പർ മാത്രമാണെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പ്രായം ഒരു സംഖ്യ മാത്രമാണോ? അതെങ്ങനെയാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കും, ശരീരം അല്പം മന്ദഗതിയിലാവും, മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ ചോദ്യം ഇതാണ്, മനസ്സ് പഴകുന്നുണ്ടോ അതോ കൂടുതൽ പക്വമാകുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ പറയുന്നത്, ആത്മാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല. അപ്പോ പ്രായം ബാധിക്കുന്നത് ശരീരത്തെയാണ് അല്ലേ, ആത്മാവിനെയല്ല. പ്രായം മാറുമ്പോൾ ചിലർക്ക് പരാതികൾ കൂടും, ഭയങ്ങൾ കൂടും. എനിക്കിനി അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാക്കുകൾ പതിവാവും. അങ്ങനെയാണ് പ്രായം നമ്മളെ മാറ്റുന്നത്. ഇനി പ്രായം മാറുമ്പോൾ ചിലരൊക്കെ എന്താ ചെയ്യുക? അറിവ് കൂട്ടും, വായന കൂട്ടും, കരുണ കൂട്ടും, ശാന്തത കൂടും. രണ്ട് വൃക്ഷങ്ങൾ ഒരേ പരിതസ്ഥിതിയിൽ വളരുകയാണ് കേട്ടോ. ഒന്ന് വർഷങ്ങളായി നിൽക്കുകയാണ്, പക്ഷെ ഓരോ വർഷവും കൂടുതൽ കഠിനമായി ഇലകളൊക്കെ കുറഞ്ഞു വരികയാണ്, ഇലകൾ കൊഴിഞ്ഞു വരികയാണ്. മറ്റേത് ഓരോ വർഷവും വേരുകൾ കൂടുതൽ ആഴ്ത്തി പോവുകയാണ്, ഇലകൾ കൂടുതൽ പച്ചയായിട്ട് കരുത്തായിട്ട് മാറുകയാണ്. രണ്ടിന്റെയും കാലം ഒരുപോലെയായിരുന്നു, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വളർച്ചയുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? ശരീരത്തെ സംരക്ഷിക്കുക, ചെറിയ വ്യായാമം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, മനസ്സിനെ പുതുക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ആത്മാവിനെ സമ്പന്നമാക്കുക, ക്ഷമിക്കുക, നന്ദി പറയുക, ധ്യാനം ശീലിക്കുക. തിച്ച് നാഥ് ഹാൻ പറയുന്നത്, എവരി മൊമെന്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. പ്രായം കൂടുമ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കാക്കുക. ചുരുക്കത്തിൽ പ്രായം കൂടുന്നത് അനിവാര്യമാണ്, പക്ഷേ പഴകുന്നത് ഐച്ഛികമാണ്, നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. ശരീരത്തിന് വയസ്സായിക്കോട്ടെ, പക്ഷെ മനസ്സിനെ വളരാൻ അനുവദിക്കുക. ഹൃദയം നന്മയിൽ പുതുതായി നിലനിൽക്കട്ടെ, ഓരോ ദിവസവും പുതിയതായിരിക്കട്ടെ.